Hi future doctors. Morphology in flowering plants എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ് ഫാമിലീസ് പഠിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കൊക്കെ അറിയാം. എക്സാമ്പിൾ ബേസ്ഡ് ആണ് നമ്മുടെ നീറ്റിലൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ ലിലിയേസിയ ഫാമിലിയെയും അതുപോലെ സൊളനേസിയ ഫാമിലിയെയും ഈസി ആയിട്ട് ഓർത്തിരിക്കാനുള്ള രണ്ട് സ്റ്റോറീസ് ആയിട്ട് ഞാൻ വന്നിരുന്നു. ഇനി നമുക്ക് ഒരു ഫാമിലി കൂടിയാണ് ബാക്കിയുള്ളത്, ഫേബേസിയ ഫാമിലി. ഈ ഫാമിലിയിലെ എക്സാമ്പിൾസ് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം, അത് നമുക്കൊരു ചെറിയ സ്റ്റോറിയിൽ കൂടി ഇത് മനസ്സിലാക്കാം. സോ അഗെയിൻ ക്രിയേറ്റീവ് സ്റ്റോറിയാണ്, ക്രിയേറ്റിവിറ്റിയാണ് മെയിൻ. അപ്പോൾ നല്ലപോലെ മക്കളെല്ലാവരും ഇമാജിൻ ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ വീട്ടിലെ പശുവിന് സുഖമില്ല. സോ പശുവിന് നമ്മൾ കുറേ മരുന്നൊക്കെ കൊടുത്തു നോക്കി. നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പശുവിന് കൊടുത്തത് മുള്ളങ്കി പിണ്ണാക്കാണ് കേട്ടോ. എന്താണ് കൊടുത്തത്? മുള്ളങ്കി പിണ്ണാക്ക്. സോ മെഡിസിൻ ആയിട്ട് കൊടുത്തത് മുള്ളങ്കി പിണ്ണാക്ക്. സോ ഫസ്റ്റ് എക്സാമ്പിൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള മുള്ളിയെത്തി. ഓക്കെ, ഈ മുള്ളങ്കി പിണ്ണാക്കൊന്നും കൊടുത്തിട്ടും പശുവിൻ്റെ അസുഖം മാറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ചികിത്സിച്ചിട്ട് ആയിരിക്കും നമുക്ക് ഇൻ്റർനാഷണൽ ഡോക്ടറിനെ ഇറക്കാം. അങ്ങനെ നമ്മൾ പശുവിനെ ചികിത്സിക്കാൻ നമ്മൾ സൈബീരിയ എന്നൊരു ഡോക്ടറിനെ ഇറക്കുകയാണ്. ഡോക്ടറിൻ്റെ പേരാണ് സെസ്ബാനിയ. എന്താ പേര്? സൈബീരിയ എന്ന് വരുന്ന ഡോക്ടറിൻ്റെ പേര് സെസ്ബാനിയ. ഡോക്ടർ ഒറ്റയ്ക്കല്ല വരുന്നത്, 3 അസിസ്റ്റൻസിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ ട്രൈഫോളിയം നെക്സ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവർ വന്നിട്ട് പശുവിന് എന്താ കൊടുക്കുന്നത്? ഫോഡർ കൊടുക്കും, കാലിത്തീറ്റ. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫോഡർ ഇവർ കൊടുക്കുമ്പോൾ പശു ഓക്കെ ആവും, പശു ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഫോഡറായിട്ട് യൂസ് ചെയ്യുന്ന സെസ്ബാനിയയും ട്രൈഫോളിയും. അപ്പം നമ്മുടെ സൈബീരിയ എന്നുള്ള സെസ്ബാനിയ ഡോക്ടർ വന്ന് നമ്മുടെ പശുവിൻ്റെ അസുഖമൊക്കെ മാറ്റി ഹാപ്പി ആക്കിയില്ലേ. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ വീട്ടിൽ വിളിച്ചൊരു ട്രീറ്റ് കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറയും നമുക്ക് ഡോക്ടറിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഡോക്ടറിന് എന്ത് ഫുഡാണ് വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ അന്വേഷിക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും എനിക്ക് ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം, എനിക്ക് ദാല്, അങ്ങനെയുള്ള ദാൽ കറി, അതായത് പരിപ്പ് കറി, പിന്നെ സോയാബീൻ മസ്റ്റാണ്, കാരണം ഹെൽത്ത് കോൺഷ്യസും കൂടിയാണ് ഡോക്ടർ കേട്ടോ. അപ്പോൾ ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നോക്കുമ്പം അമ്മ പറയും മോനെ ഒരു സാധനവും ഇല്ല വീട്ടിൽ, ഈ ദാലൊന്നും വീട്ടിലില്ല, നീ ഗ്രോസറി ഷോപ്പിൽ പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം നമ്മൾ പോകാൻ നോക്കുമ്പോൾ നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്, പൊരി വെയിലാണ്. അപ്പം നല്ല സണ്ണിലാണ് മക്കൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അമ്മ പറയും മോനെ ഈ ഫൈബറിൻ്റെ കുടയും കൊണ്ട് പോയിക്കോ, നീ വെയിൽ കൊള്ളുന്നുണ്ടോ? ഫൈബറിൻ്റെ കുട. ഓക്കെ, അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ സണ്ണിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫൈബറിൻ്റെ കുട. സോ ഫൈബ്രസ് പ്രോപ്പർട്ടീസ് ഉള്ള ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന സൺ ഹെമ്പാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെ ഈ ഫൈബർ കുടയും പിടിച്ച് നമ്മൾ സണ്ണിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോയി, അവിടെ പോയി നമ്മൾ ദാല് മേടിക്കും. ദാല് കഴിച്ച് കഴിയുമ്പോൾ കടയിലുള്ള മേടിക്കാൻ പോകുമ്പോൾ കടയിലുള്ള ചേട്ടൻ പറയും മോനെ ഈ ദാലും പരിപ്പെല്ലാം കൂടെ മേടിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും? ഗ്യാസ് ഉണ്ടാവും, പിന്നെ നിങ്ങൾ കിടന്ന് മോങ്ങേണ്ട വരും പറഞ്ഞാൽ കരയേണ്ട വരും അല്ലേ? അപ്പം ഗ്യാസ് വന്ന് മോങ്ങേണ്ട വരും എന്നുള്ളതിൽ നമുക്ക് ഓർത്തിരിക്കാം. ഗ്രാം, അർഹാർ, സെം, സോയ, മൂങ്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മുടെ പൾസസിൽ വരുന്നത്. ദാലുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പൾസസ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം ഏതൊക്കെ പൾസസ് ആണ്? ഗ്രാം, അർഹർ, സെം, സോയാബീൻ ആൻഡ് മൂങ്. അപ്പോൾ ദാൽ കറി ഉണ്ടാക്കാനുള്ള പൾസസ് എല്ലാം നമ്മൾ മേടിച്ചു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഡോക്ടറിന് വേണമെന്ന് പറഞ്ഞത് സോയാബീൻ ആണല്ലോ. അപ്പം സോയ നമ്മൾ ഓൾറെഡി ദാലിൻ്റെ കൂടെ മേടിച്ചു, പക്ഷേ സോയ ഫ്രൈയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. ഫ്രൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഓയിൽ വേണം. അപ്പോൾ നമ്മൾ മേടിക്കുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ. അപ്പം എഡിബിൾ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് എക്സാമ്പിൾ എഡിബിൾ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന സോയാബീനും ഗ്രൗണ്ട് നട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ സോയാബീൻ മേടിച്ചു, ഗ്രൗണ്ട് നട്ട് മേടിച്ചു, ഗ്രൗണ്ട് നട്ട് ഓയിൽ മേടിച്ചു, പൾസസ് മേടിച്ചു, ഇതെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ പറയും മോനെ ഈ സെസ്ബാനിയ ഡോക്ടർക്ക് വരുന്നതല്ലേ, ഭയങ്കര സുന്ദരി ഡോക്ടറാണെന്നാണ് കേട്ടെ, എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് നരച്ചിരുന്നു, എനിക്ക് ഏതെങ്കിലും നല്ല കളർ ചെയ്യണം, നീ ഒരു ഹെയർ ഡ്രൈയും കൂടെ മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കും. അപ്പം പറയും ഓക്കെ ഹെയർ ഡൈ മേടിച്ചുകൊണ്ട് വരാം, ഏത് ബ്രാൻഡിൻ്റെ ഹെയർ ഡൈ ആണ് വേണ്ടതെന്ന്. അപ്പം നിങ്ങളുടെ അച്ഛൻ പറയും എനിക്ക് ഏതെങ്കിലും ഇന്ത്യൻ ബ്രാൻഡ് മതി. ഓക്കെ, അപ്പോൾ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിഗോ ഫെറ നെക്സ്റ്റ് എക്സാമ്പിൾ, ഡൈ ഇൻഡിഗോ ഫെറ. അപ്പോൾ ഈ ഡൈ ഒക്കെ മേടിച്ചടിച്ച അച്ഛൻ ഭയങ്കര ലുക്കാവും കേട്ടോ. പർപ്പിൾ കളർ ഡൈ ആണ് അടിച്ചിരിക്കുന്നത്, ഭയങ്കര ലുക്കായി കഴിയുമ്പോൾ. അപ്പോൾ അമ്മ പറയും ഓഹോ നിങ്ങൾ ഡൈ ഒക്കെ അടിച്ച് സുന്ദരനായെങ്കിൽ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് കുറച്ച് ഒരുങ്ങി നിൽക്കാൻ പോകാൻ ഡോക്ടർ വരുമ്പോൾ. അങ്ങനെ ഡോക്ടർ വരും, നിങ്ങളുടെ അമ്മ ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്ന കാണുമ്പോൾ ഡോക്ടർ പറയും മോം ലുക്കിംഗ് സ്വീറ്റ്. ഓക്കെ, അപ്പോൾ ഓർണമെൻറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലുപ്പിനും സ്വീറ്റ് പീയും ആണ് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് എക്സാമ്പിൾസ് എല്ലാം ഒന്ന് ഓർത്ത് നോക്കാം. ആദ്യത്തെ തന്നെ കുറച്ച് ലോങ് സ്റ്റോറിയാണ്, പക്ഷേ എല്ലാ എക്സാമ്പിൾസും മക്കൾ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ പശുവിന് സുഖമില്ല, പശുവിന് നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത് എന്താണ്? മുള്ളങ്കി പിണ്ണാക്ക് അല്ലേ? അപ്പോൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മുള്ളിയെത്തിയാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ. രണ്ടാമത് നമ്മൾ പശുവിന് അസുഖം എന്നിട്ട് മാറുന്നില്ല, അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഡോക്ടർ എവിടുന്നാണ് വരുന്നത്? സൈബീരിയ എന്ന് വരുന്ന സെസ്ബാനിയ ഡോക്ടറിന് 3 അസിസ്റ്റൻസ് ഉണ്ട്, ട്രൈഫോളിയം അല്ലേ? അപ്പം നമ്മൾ ഫോഡറായിട്ട് യൂസ് ചെയ്യുന്ന സെസ്ബാനിയം ട്രൈഫോണിയമാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡോക്ടറിന് ഫുഡ് കൊടുക്കാൻ തീരുമാനിക്കും. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോകുന്നത് സണ്ണിലാണ്, വെയിലിലാണ്, ഫൈബർ കുട ചൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ
ഫൈബ്രസ് പ്രോപ്പർട്ടീസ് ഉള്ള സൺ ഹെംപ് ആണ് നെക്സ്റ്റ് എക്സാമ്പിൾ. അതിനുശേഷം നമ്മൾ ഗ്രോസറി ഷോപ്പിൽ എത്തുന്നു, നമ്മൾ ദാൽ കറി ഉണ്ടാക്കാനുള്ള പൾസസ് എല്ലാം മേടിക്കുന്നു. അപ്പോൾ കടയിലെ ചേട്ടൻ പറയും പൾസസ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഗ്യാസ് ഉണ്ടാവും, പിന്നെ നീ കിടന്ന് മോങ്ങേണ്ടി വരും, കരയേണ്ടി വരും എന്ന് പറയും. കറക്റ്റ്, ഓക്കെ. അപ്പം ഗ്യാസ് എം അങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത്. ഏതൊക്കെ പൾസസ് ആണ്? ഗ്രാം, അർഹാർ, സെം, മൂങ്, സോയാബീൻ, ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ദാൽ കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡോക്ടറിന് സോയാബീൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞു. ദാലിൽ നമ്മൾ ഇടുന്നുണ്ട് സെപ്പറേറ്റഡ് സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്തും കൊടുക്കും. എന്തുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നത്? നമ്മൾ ഗ്രൗണ്ട് നട്ട് ഓയിലാണത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. സോ എഡിബിൾ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന സോയാബീനും ഗ്രൗണ്ട് നട്ടുമാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഫാദർ പറയും ഹെയർ കളർ ചെയ്യണം, ഡൈ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഏത് കളർ ഡൈ ആണ്? പേർപ്പിൾ കളർ ഡൈ ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. സോ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിഗോ ഫെറ നെക്സ്റ്റ് എക്സാമ്പിൾ. ഹെയർ ഒക്കെ കളർ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ പറയും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കണം. സോ ഡോക്ടർ വന്നിട്ട് അമ്മേനെ കണ്ടിട്ട് പറയും മോം ലുക്കിംഗ് സ്വീറ്റ്. സോ ഓർണമെന്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലുപ്പിനും സ്വീറ്റ് പിയും ആണ് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ. ഐ ഹോപ്പ് ദിസ് സ്മോൾ സ്റ്റോറി വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ മകൾക്ക് ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഇതുപോലെ നമുക്ക് കുറേ എക്സാമ്പിൾസ് ഓർത്തിരിക്കാനുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടും സ്ട്രാറ്റജീസ് ആയിട്ടും കുറേ വീഡിയോസ് ആയിട്ട് മാം വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ്.